ഹലോ, നമസ്കാരം. എല്ലാവർക്കും CH സലാം ബ്ലോഗിലേക്ക് സ്വാഗതം. ഞാൻ ഇന്ന് അർജുൻ മനാഫ് വിഷയത്തിനെ കുറിച്ചാണ് സംസാരിക്കാൻ പോകുന്നത്. ഇപ്പം നമ്മൾ റീസെൻ്റ്ലി നടന്നുകൊണ്ടിരിക്കുന്ന ചർച്ചകൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു വിഷയമാണ്. സത്യം പറഞ്ഞാൽ ഒരു സാധാരണക്കാരൻ എന്ന നിലയിൽ ഈ വിഷയത്തെ ഇനിയും ഇത് മുൻപോട്ട് വലിച്ചു നീട്ടിക്കൊണ്ട് പോകാതെ ഇതിവിടെ വെച്ച് അവസാനിപ്പിക്കുക. അതിന് മെയിനായിട്ട് മനാഫും അർജുൻ്റെ വീട്ടുകാരും തമ്മിലൊരു കൂടിക്കാഴ്ച ഉണ്ടാവുക, അവർ തമ്മിലൊരു ധാരണയിലെത്തുക. എന്നാൽ തന്നെ ഈ വിഷയം പകുതിയോളം അവിടെ തീരും. മനാഫ് ഒരിക്കലും അർജുന് വേണ്ടി അർജുൻ്റെ കുടുംബത്തെ മോശമാക്കാൻ വേണ്ടി ഒരു പ്രവൃത്തിയും ചെയ്തിട്ടില്ലെന്നാണ് നമ്മൾ ഈ മീഡിയ ഇതെല്ലാം കാണുമ്പോൾ നമുക്ക് തോന്നുന്നത്. അദ്ദേഹം അത്രയും എഫേർട്ട് എടുത്തത് കൊണ്ടാണ് ഇന്ന് ഈ അവസ്ഥയിലെങ്കിലും അർജുൻ്റെ ബോഡിയെങ്കിലും നമുക്ക് തെരഞ്ഞു കിട്ടാനുള്ള ഒരു അവസ്ഥ കിട്ടിയത്. ഇതേ സ്ഥലത്ത് തന്നെ മരിക്കപ്പെട്ട തമിഴ്നാടുകാരനായ ഒരാളുടെ ബോഡി ഇനിയും കണ്ടെത്തിയിട്ടില്ല. കാരണം അവിടെ അയക്ക് വേണ്ടി പറയാൻ അവിടെ ആരും ഇല്ലായിരുന്നു. ഇവിടെ ഇപ്പം അർജുന് വേണ്ടി സംസാരിക്കാൻ മനാഫ് തുടക്കം മുതൽ ഇതുവരെയും കൂടെ നിന്നു. അപ്പം ശരിക്കും പറഞ്ഞാൽ ആരോ ഈ അർജുൻ്റെ കുടുംബത്തെ വല്ല തെറ്റിദ്ധരിപ്പിച്ചതാണെന്ന് എനിക്ക് തോന്നുന്നത്. അതുകൊണ്ട് ശരിക്കും പറഞ്ഞാൽ ഈ വിഷയം ഇനിയും അതുപോലെ എനിക്ക് പ്രത്യേകിച്ച് പറയാനുള്ളത് മീഡിയക്കാരോടാണ്. മീഡിയക്കാരോട് വെറുതെ പോയി ഈ മനാഫിനെ കാണുമ്പോഴല്ല ഇതേക്കുറിച്ച് ഇങ്ങനെ ചോദിച്ച് അയാളതൊരു സാധാരണക്കാരനാണ്. അപ്പോൾ അയക്ക് ഇത് എന്ത് പറയണം, അല്ല ഇത് എന്ത് പറഞ്ഞാലാണ് പ്രശ്നമാകുക എന്നൊന്നും അദ്ദേഹത്തിന് അറിയത്തില്ല. മീഡിയക്കാർ അവരുടെ ആവശ്യങ്ങൾക്ക് വേണ്ടിയും അല്ലെങ്കിൽ അവരുടെ ചാനലിന് റേറ്റിംഗ് കൂട്ടാൻ വേണ്ടിയും ഈ വിഷയത്തിൽ ചിലരെങ്കിലും കൂടുതൽ താല്പര്യം എടുക്കും. ഇപ്പോൾ എപ്പോൾ അദ്ദേഹത്തെ കണ്ടാലും ഈ വിഷയത്തെക്കുറിച്ച് അവിടെ അങ്ങനെ പറഞ്ഞ് ഇവിടെ ഇങ്ങനെ പറഞ്ഞ് ഇത് പറഞ്ഞ് ഇങ്ങനെ പ്രശ്നമാക്കുക. അപ്പം ഞാൻ പറഞ്ഞിട്ട് ഇത് രണ്ട് കൂട്ടരും കൂടെ യോജിച്ച് നിന്നുകൊണ്ട് ഇത് ഈ ഒരു പ്രശ്നം അവസാനിപ്പിക്കുക. എന്തായാലും നഷ്ടപ്പെട്ട ആൾ നഷ്ടപ്പെട്ടു. അപ്പോൾ ഇനി അവരുടെ കുടുംബം സന്തോഷമായിട്ട് ജീവിക്കുക എന്നുള്ളതാണ് നമ്മുടെ മെയിൻ പ്രധാനമായ ലക്ഷ്യം. അതുകൊണ്ട് എല്ലാവരും ദയവ് ചെയ്ത് ഈ ഒരു വിഷയം ഇനി ഒരു ചർച്ചാ വിഷയം ആക്കാതെ സാധാരണ രീതിയിൽ അത് മുമ്പോട്ട് പൊക്കോട്ടെ. അർജുൻ്റെ ഭാര്യയ്ക്ക് നല്ലൊരു ജോലി സർക്കാർ കൊടുക്കുമായിരിക്കും. അത് അങ്ങനെ കിട്ടി അവരും സുഖമായിട്ട് അവരുടെ കുട്ടീനെ പോറ്റട്ടെ. അപ്പോൾ അതുകൊണ്ട് ദയവ് ചെയ്ത് ഇനി മീഡിയക്കാരോട് എനിക്ക് പ്രത്യേകിച്ച് പറയാനുള്ളത്, ഈ ഒരു വിഷയം നമ്മളതൊരു ആക്കണ്ട. അത് അദ്ദേഹത്തെ വെറുതെ വിടുക. ഇപ്പം മനാഫ് ഇപ്പം ഒരുപാട് പ്രാവശ്യം സോറി പറഞ്ഞു, എല്ലാ ചാനലുകാരും അത് റിപ്പോർട്ടും ചെയ്തു. അപ്പം അർജുൻ്റെ കുടുംബത്തോടും എനിക്ക് പറയാനുള്ളത്, വെറുതെ നിങ്ങളും ഇനി അതൊരു വിഷയമാക്കാതെ ഇതിവിടെ വെച്ച് അവസാനിപ്പിക്കുക. അതാണ് എല്ലാവർക്കും നല്ലത്.